ഇപ്പം ഈ രണ്ട് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡ് വരുന്നതിന് അനുകൂലമാണോ എതിരാണോ? അല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇത് മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് വഖഫ് നിയമം ഭേദഗതി ചെയ്ത് നമ്മുടെ നാട്ടിലെ വഖഫ് സ്വത്തുക്കളെ ശിഥിലമാക്കാനുള്ള ചില നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും അതിനെ നഖശിഖാന്തം എതിർക്കുകയും നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ദോശ ചുട്ടെടുക്കും പോലെ നിയമം പാസാക്കിയിരുന്നു. പക്ഷേ ഇതിനെ എല്ലാവരും എതിർത്ത് നമ്മുടെ നാട്ടിലെ ഒരു പ്രതിപക്ഷ ഐക്യനിര കണ്ട ഒരു ബില്ലായിരുന്നു ഈ വഖഫ് ഭേദഗതി നിയമം. അപ്പോൾ ആ ഭേദഗതികളൊക്കെ വഖഫിനെ ദുർബലപ്പെടുത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 8000-ൽ പരം കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അനാഥമാക്കാനുള്ള ഒരു ന്യൂനപക്ഷ വിരുദ്ധ നീക്കമായിട്ടാണ് എല്ലാ മതേതര കക്ഷികളും കണ്ടത്. അങ്ങനെ ഈ ഭേദഗതി പാസ്സാകുന്നത് കേവലം 56 വോട്ടിന്റെ വ്യത്യാസത്തിനാണ്. കഴിഞ്ഞൊരു 15 കൊല്ലത്തെ ഹിസ്റ്ററിയിൽ വളരെ വിരളമായൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ നടന്നൊരു സാഹചര്യത്തിൽ ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാവരുടെയും അഭിപ്രായമാണ് എന്ത്, ഈ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം അത് വഖഫ് നിയമത്തെ ദുർബലപ്പെടുത്താനാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡുകളുണ്ട്. അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ദേവസ്വം ബോർഡിൽ അംഗങ്ങളാകുന്നത്. അതിൽ മറ്റു മതസ്ഥരാരുമില്ല, മതസ്ഥരാരും വരേണ്ടതുമില്ല. അങ്ങനെ ആർക്കും അവകാശവാദമില്ല. ഉണ്ടെങ്കിലും അത് ശരിയല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ സഭകളുടെ ചില സംവിധാനങ്ങളുണ്ട്, അതിൽ മറ്റു മതസ്ഥർ വരേണ്ട കാര്യമില്ല എന്നതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം ആ വിശ്വാസികളുടെ കാര്യമാണ്. ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ രണ്ട് അമുസ്ലിങ്ങൾ വരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലീഗ് മാത്രമല്ല, എല്ലാവരും എതിർത്താണ്. പക്ഷെ അതിനുശേഷം അത് നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് രാജ്യത്തെ നിയമമാണ്. അതിനെതിരെ നിരവധി കേസുകൾ, ലീഗ് ഉൾപ്പെടെ നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന്റെ ഭാഗമായി അതിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, കേസിന്റെ തീർപ്പിന് വിധേയമായിട്ട് അത് നടപ്പാക്കാവൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് സം സെക്ഷൻസ്, ചില വകുപ്പുകൾ. എന്നാൽ അതിനിത് പെടുന്നില്ല. എന്നിരുന്നാലും അതിനോടുള്ള വിയോജിപ്പ് കൊണ്ട് തന്നെ അങ്ങനെ അത് എവിടെയും നടപ്പാക്കി വരുന്നില്ല. അപ്പൊ കേരളം കഴിഞ്ഞ കാലങ്ങളിൽ അതുണ്ടായില്ല. പറയട്ടെ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രചരണമാണ്. നെവർ അല്ല. എന്താ പറഞ്ഞത്? സെക്ഷൻ 14 നടപ്പാക്കുമെന്ന് ചോദിച്ചു. സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ വെറും അമുസ്ലിങ്ങളുടെ നോമിനേഷൻ മാത്രമല്ല, ആ വഖഫ് ബോർഡിന്റെ കോമ്പിനേഷൻ ഏതൊക്കെ മേഖലകളിൽ നിന്ന് അതെങ്ങനെ, അതിന്റെ സ്ട്രക്ചർ എന്ന് വിശദീകരിക്കുന്നതാണ് സെക്ഷൻ 14. അതിലെ ഒരു എലമെന്റ് മാത്രമാണ് ഇത്. അപ്പോ അതല്ല ഉദ്ദേശിച്ചത്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് 2 നോൺ മുസ്ലിംസിനെ വെച്ചൂടെ എന്ന് വെച്ചപ്പോ ചേച്ചി എന്താ പറഞ്ഞത്? അതിപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ഞങ്ങളെ സമ്മതിച്ചെന്ന് പറയാം? വെക്കണം. നോ. സുപ്രീം കോടതി തള്ളിയിട്ടില്ലാണ്. സുപ്രീം കോടതിയിൽ ഞാൻ പറയുന്നത് അതിന്റെ മറ്റൊരു വശമാണ്. CM പറഞ്ഞതും ഞാൻ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. CM എന്താ പറഞ്ഞത്? ഇത് കേന്ദ്രം പാസാക്കിയ നിയമമാണ്, അതിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെന്നാണ്. എന്നാൽ തമിഴ്നാടിന്റെ കേസ് എന്താ? തമിഴ്നാടിൽ നോൺ മുസ്ലിംസിനെ വെക്കാതെ സംസ്ഥാന വഖഫ് ബോർഡ് ഉണ്ടാക്കി. തമിഴ്നാട് ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. അതിനെതിരെ തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അത് ഈ 8-ാം തീയതി വരുന്നുണ്ട് ആ കേസ്. അപ്പൊ അതിൽ 2 നോൺ മുസ്ലിംസിനെ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തിയത്. ആ കേസ് 8-ാം തീയതി വരുന്നുണ്ട്. അവിടെ സുപ്രീം കോടതി എന്ത് തീരുമാനം പറയുമെന്നുള്ളത് കാക്കുകയാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ?